ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും KBFC സോണിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ മോശം അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. കളിച്ച 4 മത്സരത്തിൽ നിന്ന് 0 പോയിന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ നിലവിലുള്ളത്. കളിച്ച 4 കളിയിലും കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 4 കളിയിൽ 3 കളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു. എന്നിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മത്സരങ്ങളും പരാജയപ്പെടേണ്ടി വന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇക്കൊല്ലം വന്ന പുതിയ ഫോറിൻ പ്ലേയേഴ്സിന് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. 4 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വെറും 1 ഗോളേ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 4 മത്സരത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ടീമിന് വെറും 1 ഗോളേ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ മോഹൻ ബഗാന്റെ സ്ട്രൈക്കറായ ജെറമി മെക്ലയറിന് 4 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളാണ് താരം സ്കോർ ചെയ്തത്. ഈ ഒരു കാര്യം എടുത്തു നോക്കിയാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യം എത്രത്തോളം മോശമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സീസണിൽ 4 മത്സരത്തിൽ നിന്ന് ആകെ 1 ഗോൾ അടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായ വിക്ടർ ബർട്ടോമിയോ ആണ്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. കോച്ചിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇതൊന്നും എന്റെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിലല്ല. ഇതുവരെ നടന്ന മത്സരങ്ങളിലൊന്നും നമുക്ക് അനുകൂലമായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടാം പകുതിയിൽ നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മാച്ചിൽ. എന്നാൽ അതൊന്നും പ്ലേയേഴ്സിന് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഒരു സീസണിൽ മറ്റൊരു വെല്ലുവിളിയും മറ്റൊരു ലക്ഷ്യവുമാണ്. ഞങ്ങളുടെ ഈ ഒരു സീസണിലെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സീസൺ തുടരുക, അത് മാത്രവുമല്ല കൂടുതൽ പോയിന്റ്സ് നേടുക. ഇപ്പോൾ നമ്മുടെ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ്. എനിക്ക് ഈ ഒരു ടീമിൽ വിശ്വാസമുണ്ട്. ഈ ഒരു പ്ലേയേഴ്സ് വെച്ച് തന്നെ നമ്മൾ കൂടുതൽ പോയിന്റ്സ് നേടുന്നതായിരിക്കും. ഇതൊക്കെയായിരുന്നു കോച്ചിന്റെ വാക്കുകൾ. നിങ്ങൾക്ക് എന്താണ് ഈ വാക്കുകളെ പറ്റിയിട്ട് അഭിപ്രായമുള്ളത് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തൊക്കെയായാലും ഞാൻ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ട് വരാം ഗൈസ്.